ജോളിച്ചേട്ടാ, നമ്മുടെ പറമ്പിനോട് അതിന് ചേർന്ന് ഈ കുറേ വാഴകൾ കുരങ്ങ് കളഞ്ഞേക്കുന്നത് ഇതിപ്പോൾ ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോൾ വോട്ടിനൊക്കെ പോകാൻ നേരം എന്നാ ചെയ്യുന്നത്? ഇത് ആരുടെ വാഴയാണ്? ഇത് എന്ന് പറഞ്ഞ ആളുടെയാണ്. എൻ്റെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു വാഴ കൃഷിയാണ്. പിന്നെ പുള്ളിയുടെ വാഴ ഇങ്ങനെ കുരങ്ങ് കളയുന്നതുകൊണ്ട് പുള്ളി ഇത്രയും രാവിലെ വരും, വൈകുന്നേരമാണ് പോകുന്നത്. നമുക്ക് ഇനി മനോഹരൻ ചേട്ടനോട് തന്നെ ചോദിക്കാം അതിൻ്റെ ആ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എന്താണെന്ന് മനോഹരൻ ചേട്ടനോട് ചോദിക്കാം. മനോഹരൻ ചേട്ടൻ, നിങ്ങൾ എത്ര മണിക്കാണ് വരുന്നത്? എങ്ങനെയൊക്കെയാണ് കാവലിരിക്കുന്നത്? ഞാൻ രാവിലെ നേരം എടുത്ത് ഒരു 6-7 മണിയാകുമ്പോൾ മിന്നെ വിളിക്കുമ്പോൾ എടുത്തു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വരുന്ന ഭാഗം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞിട്ട് ഇവിടെ നിന്നുകൊണ്ട് കുരങ്ങനെ ഓടിച്ചു. ഇടയ്ക്കിടയ്ക്ക് പടക്കങ്ങളും പൊട്ടിച്ചു. ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഈ ഇടയ്ക്ക് കാട്ടിയാണെങ്കിൽ തന്നെ ഇതിലൂടെ എൻ്റെ വാഴയെ കൂടെ അങ്ങോട്ട് കയറിപ്പോയത്. എന്ത് സംഭവം? അപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും പോകുന്നില്ലേ? കൂടെ വേണമെങ്കിലും ഞാനിവിടെ ഇരിക്കാൻ തയ്യാറുകാരനായിരുന്നു. മനോജേട്ടാ, ഭക്ഷണം കഴിക്കാനൊന്നും പോക്കില്ലേ? അപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ചിലപ്പോൾ പോവും. അല്ല, രാവിലെ പോവുകയാണെങ്കിൽ ഇച്ചിരി ഭക്ഷണമായിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് ഇതാ ചട്ടി കിടന്നിരിക്കുന്നില്ല. ഇതിനകത്ത് കൊണ്ട് വെച്ചുകൊണ്ടോ ഇതൊക്കെ ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടി കൊണ്ടുവന്നാ ഇതിനകത്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ എന്ത് അല്ല, ഇവിടെ കാവലിരുന്നിട്ട് എപ്പോഴാണ് വാഴ കളഞ്ഞത്? വാഴ കളഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വീട്ടിലേക്കോ അല്ലെ ഭക്ഷണം കഴിക്കാനോ അല്ലെ ഭക്ഷണം എടുക്കാനോ അല്ല വെള്ളത്തിനോ പോകുന്ന സമയത്താണ് ഇവിടെ കാട്ടി പാത്തിരിക്കുക. ഇതിന് മിനിറ്റ് സെക്കൻഡ് സമയം കൊണ്ട് അത് വന്നു വലിച്ചു കീറുന്നു. 10-50 ചില്ലറ വാഴയായി എൻ്റെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ കയറി. അതാ മുകളിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിലും പോയി അത് പിടിക്കാൻ സാറേ. ഇപ്പം എത്ര വയസ്സായി മനോജേട്ടന്? എനിക്ക് 84 വയസ്സായി. എന്നിട്ടും കൃഷിയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ ജീവിക്കണ്ടേ? അല്ല, എന്നത് എന്ത് ആനുകൂല്യം നമുക്ക് കിട്ടാനുള്ളത്? നമുക്കൊന്നുമില്ല. അതാണ് എൻ്റെ അവസ്ഥ. മനോജേട്ടാ, ഇങ്ങനെയാണെങ്കിൽ വോട്ടിന് എങ്ങനെ പോകും? വോട്ടിന് പോകാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല. കാരണം ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ബാക്കി ഉണ്ടാകുകയില്ല. പിന്നെ എന്ത് ചെയ്യും? ഇത് ദാഹിച്ചു മോഹിച്ച് ചെയ്ത കൃഷിയല്ലേ ഇത്. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യവും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും എല്ലാം കൂടെ മേപ്പടിയായില്ലേ? കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ? അതാണ് ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് വോട്ടിന് പോക്ക് നടക്കുകയില്ല. അതാണ് സത്യം. മനോജേട്ടാ, ഇത് എത്ര മാസം വരെ നമ്മളിത് കാവലിരിക്കണം ഇതിനു വേണ്ടി? ഈ വാഴ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 4 മാസത്തോളം കാവൽ പക്ഷികളെ കാത്തിരിക്കണം. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല വന്നു കഴിഞ്ഞാൽ 5 മാസം കാത്തിരിക്കണം. അപ്പോൾ 9 മാസം ഇവിടെ കിടന്നേ പറ്റും, അല്ലെങ്കിൽ പോക്കാണ്. അതാണ് എൻ്റെ സത്യം. ഇതാണ് എൻ്റെ വാഴ.